കാണേണ്ട അദ്ദേഹം ആദ്യം ചെയ്തത് എല്ലാവർക്കും ഒരു ഷോക്ക് ആൻഡ് അതാണല്ലോ അമേരിക്കൻ പോളിസി. ഒക്ടോബർ നവംബറിലോടുകൂടി ഒരു എഗ്രിമെൻ്റ് വരുന്നു പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ താരിഫൊന്നും നമുക്ക് ബാധകമല്ല. അപ്പോൾ അതുകൊണ്ട് പല മാറ്റങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. ഓരോ ദിവസവും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം ചൈനയുടെ താരിഫ് കുറയ്ക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇത് സത്യത്തിൽ വ്യാപാര യുദ്ധം, അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം അവസാനിക്കുകയാണോ എന്നുള്ള സൂചന നൽകുകയാണോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നത് ഇന്ത്യയുടെ മുൻ അംബാസിഡറും അതുകൂടാതെ നയതന്ത്ര വിദഗ്ധൻ കൂടിയായ ശ്രീ TP ശ്രീനിവാസനാണ്. ചൈനയുടെ താരിഫ് കുറയ്ക്കുമെന്ന് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഇതൊരു ചൈനയുമായുള്ളൊരു വ്യാപാര യുദ്ധം അവസാനിക്കുന്നതിലേക്കുള്ളൊരു സൂചനയായി കാണാൻ സാധിക്കുമോ? യുദ്ധം മാറാനുള്ള സൂചനയായിട്ടല്ല അതിനെ കാണേണ്ടത് അദ്ദേഹം ആദ്യം ചെയ്തത് എല്ലാവർക്കും ഒരു ഷോക്ക് ആൻഡ് അതാണല്ലോ അമേരിക്കൻ പോളിസി. യുദ്ധത്തിലെല്ലാം ആദ്യം ഷോക്ക് ചെയ്യുക, വേഴ്സ്റ്റ് തിങ്സ് ദേ ഡു, എന്നിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ എത്രയോ രാജ്യങ്ങളുമായിട്ട് ഇതെല്ലാം ചെയ്തിട്ട് 70 രാജ്യങ്ങൾ അദ്ദേഹത്തിനോട് ഇങ്ങോട്ട് വന്ന് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞതൊരു കാര്യമായിട്ട് വിജയമായിട്ടാണ് അദ്ദേഹം കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വലിയ തരത്തിലുള്ള ചുങ്കം ഏർപ്പെടുത്തിയത് കൊണ്ട് അത് തന്നെ അദ്ദേഹം ഉദ്ദേശിച്ചുവെന്നില്ല നെഗോഷിയേറ്റ് ചെയ്യാമെന്നുള്ള. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യത്തിൽ ക്ലിയറായിട്ട് ഒക്ടോബർ നവംബറിലോടുകൂടി ഒരു എഗ്രിമെൻ്റ് വരുന്നു പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ താരിഫൊന്നും നമുക്ക് ബാധകമല്ല. അത് ഈ താരിഫ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് അമേരിക്ക നമുക്ക് തന്നതാണ് ഈ നെഗോസിയേഷനുള്ള പോസിബിലിറ്റി. അപ്പോൾ എല്ലാവരുമായിട്ടും ചൈനയുമായിട്ടും നെഗോഷിയേറ്റ് ചെയ്യുന്നത് തന്നെയാണ് ട്രംപ് പറയുന്നത്. അപ്പം ഈ താരിഫ് കാരണം അമേരിക്ക തകർന്നു പോകുന്നൊക്കെയുള്ള എല്ലാവരുടെയും പ്രഡിക്ഷൻ മാറുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാനായിരുന്നില്ല. ഇവരെല്ലാം പെർsuade ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് വന്ന് ചർച്ച ചെയ്യട്ടെ, അങ്ങനെ ചർച്ച ചെയ്യുന്നവരോടൊക്കെ പുള്ളി അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ ഇതിനൊരു അയവ് വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലായി കാണും ഇത് ഒരു വിജയിക്കുന്ന കാര്യമല്ല എന്നുള്ളത്. കാരണം അമേരിക്കയുടെ തന്നെ പ്രാധാന്യമെല്ലാം നഷ്ടപ്പെടും, അതുപോലെ ഇൻഫ്ലേഷൻ ഉണ്ടാകും, പ്രൊട്ടക്ഷനിസം കൊണ്ട് വിജയിക്കാൻ സാധ്യമല്ല എന്നൊക്കെയുള്ള പാഠം അദ്ദേഹം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പല മാറ്റങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. ഓരോ ദിവസവും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചൈന കുറയ്ക്കാമെന്ന് പറയുന്നു, അവർ കുറയ്ക്കാമെന്ന് പറയുന്നു, കുറച്ചൊന്നും വരും. നമ്മുടെ കാര്യത്തിൽ നമ്മൾ അവരുടെ ടാക്സ് കുറയ്ക്കാമെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് പാർട്ട് ഓഫ് നെഗോസിയേഷൻസ്. ഇറ്റ്സ് ബെറ്റർ ദാൻ വാർ അല്ലേ? ചർച്ചിൽ പറഞ്ഞില്ലേ, ജോ ഇസ് ബെറ്റർ ദാൻ വാർ. അപ്പോൾ നമ്മുടെ ജോ കൊണ്ട് നമുക്ക് പലതും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വെൽക്കം ചെയ്യേണ്ടതാണ് നാച്ചുറലി. ഈ ഡിസ്കഷൻസിലേക്ക് മാറുകയാണെങ്കിൽ കുറേ കൂടെ സിറ്റുവേഷൻ ബെറ്റർ ആകാൻ സാധ്യതയുണ്ട്. ഈ അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തുന്ന വിഷയത്തിൽ ഈ ഒരു പ്രശ്നം അതിര് വിട്ടുപോയ കാരണം ഈ കൊളംബിയൻ പ്രസിഡൻറ്റിൻ്റെ വിസ അടക്കം റദ്ദാക്കിയ ഒരു അവസരത്തിൽ അത് വളരെ ടഫായിട്ടൊരു പൊസിഷനാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി അധികം ഇപ്പോൾ കേൾക്കാറില്ലല്ലോ. എത്ര പേരെ ഡിപ്പോർട്ട് ചെയ്തു എന്നുള്ള വാർത്തകളൊന്നും നമുക്ക് കേൾക്കുന്നില്ല. അതുപോലെ ഇന്ത്യയിൽ ഇത് കുറച്ച് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളൊന്നും കേൾക്കുന്നില്ല. അപ്പം ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ എന്നേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റില്ല. പട്ടികളെ വിളിച്ചുണർത്തുമ്പോൾ നമുക്ക് അതിനെ വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ പൊതുവേ ഈ സീംസ് ടു ഹാവ് റിയലൈസ്ഡ് ഇതിങ്ങനെ പോകുന്ന കാര്യമല്ല. അപ്പോൾ അത് ആദ്യം കണക്കാക്കിക്കൊണ്ടായിരുന്നിരിക്കും അത് അനൗൺസ് ചെയ്തത്. അപ്പോൾ ഇതൊരു ടെക്നിക്കായിട്ടോ ഒരു ടാക്റ്റിക്കായിട്ടോ അദ്ദേഹം ഉപയോഗിക്കുകയാണ്. നല്ലത് വരട്ടെ. അതിൽ നിന്ന് മാറ്റം ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടെ ലിബറലായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ വേൾഡ് ഓർഡറിൽ വീണ്ടും വ്യത്യാസം വന്നേക്കാം.